നമ്മുടെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയമാണ് കൊണാട്ട് പ്ലേസിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ചർച്ച്. പൊതുവെ ഗോൾഡഖാന പള്ളിയെന്നും പറയാറുണ്ട്. കത്തോലിക്കരുടേതാണ്. ഡൽഹി ആർച്ച് ഡയോസിസിൻ്റെ അതിഭദ്രാസന പള്ളിയാണ് സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ചർച്ച് അഥവാ തിരുഹൃദയ ദേവാലയം. 1930 നിർമ്മിച്ചതാണ്. ഇറ്റാലിയൻ വാസ്തു ശില്പ മാതൃക അനുസരിച്ച് നിർമ്മിച്ച ഈ ദേവാലയം കാണാൻ തന്നെ വളരെ മനോഹരമാണ്. പ്രാർത്ഥനയ്ക്കായിട്ടല്ല പോകുന്നതെങ്കിൽ പോലും കണ്ട് സന്തോഷിക്കാൻ വകയുള്ള ഒരു നിർമ്മിതിയാണ് ഈ ദേവാലയം. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ദേവാലയത്തിൽ ഓശാന ഞായറാഴ്ചയോടനുബന്ധിച്ച് കുരിശിൻ്റെ വഴി എന്ന പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അത് ഓൾഡ് ഡൽഹിയിലെ സെൻറ് മേരീസ് ദേവാലയം മുതൽ ഗോൾഡഖാന പള്ളി വരെയാണ്, സേക്രഡ് ഹാർട്ട് ചർച്ച് വരെയാണ്. 5 കിലോമീറ്റർ 2000-ഓളം വിശ്വാസികൾ സാധാരണഗതിയിൽ പങ്കെടുക്കാറുണ്ട്. അവർ കുരുത്തോലയും കുരിശും ഒക്കെയായിട്ട് പ്രാർത്ഥനാ നിർഭരമായി റോഡിൻ്റെ ഓരം ചേർന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥനാ യാത്ര, അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ 15 വർഷമായിട്ട് നടന്നു വരുന്നു. മലയാളികൾ അടക്കമുള്ള ധാരാളം വിശ്വാസികൾ ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ വർഷം അത് മുടങ്ങി, അല്ലെങ്കിൽ മുടക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡൽഹി പോലീസ് കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന ഈ പരിപാടിക്ക് ഇത്തവണ അനുമതി നൽകിയില്ല. അവർ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, അതുപോലെ തന്നെ ഈ ട്രാഫിക് പ്രശ്നങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് വളരെ പ്രശസ്തമായ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ധാരാളം ആളുകൾ കാണുവാനെത്തുന്ന ഈ കുരിശിൻ്റെ വഴി ഇത്തവണ നിരോധിച്ചത്. സത്യം പറഞ്ഞാൽ അത് നിരോധിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പള്ളി വളപ്പിൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇത് നടത്താം, പക്ഷേ പുറത്തേക്കിറങ്ങണ്ട. പുറത്തേക്കിറങ്ങി നിങ്ങൾ യാതൊരു വിധത്തിലുള്ള യാത്രയോ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയോ ഒന്നും നടത്തേണ്ടതില്ല എന്ന് ഡൽഹി പോലീസ് അവരെ അറിയിച്ചു. ഈ മുസ്ലിങ്ങളെ തല്ലിക്കൊണ്ടിരിക്കുന്ന ഈ തഞ്ചത്തിൽ സംഘപരിവാരത്തിൻ്റെ ഈ കാവിക്കൊടിയോട് ചേർന്ന് നിന്നാൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ചില ക്രിസ്ത്യൻ പ്രമാണിമാരുടെ തലമണ്ടക്കേറ്റ അടിയായിരുന്നു സേക്രഡ് ഹാർട്ട് ചർച്ചിലെ ഈ കുരിശിൻ്റെ വഴി നിരോധിച്ച നടപടി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഥവാ നിർമ്മിത ബുദ്ധിയുടെ ഇക്കാലത്തും ചില ലോക തത്വങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ്. പുള്ളിപ്പുലിയുടെ ദേഹത്ത് ഏത് നിറവും എത്ര തവണ പൂശിയാലും അതിൻ്റെ പുള്ളികൾ മായുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു നായ, അതിൻ്റെ വാല് ഒരു കുഴലിലിട്ട് 100 വർഷം കഴിഞ്ഞാലും പിന്നീട് കുഴലെടുക്കുമ്പോൾ ആ വാല് ചുരുണ്ട് തന്നെ ഇരിക്കും. അതുപോലെ കുഞ്ചനമ്പ്യാർ പാടിയിട്ടുണ്ട്, കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ, കാരസ്കരം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരമാണ്, കാഞ്ഞിരത്തിൻ്റെ കുരു. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? വല്ലാത്ത കയ്പുള്ളതാണ് ഈ കാഞ്ഞിരത്തിൻ്റെ കുരു. അത് പാലിലിടുക അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് വയ്ക്കുക, ഇതൊന്നും ചെയ്താലും എത്ര കാലം അങ്ങനെ പാലിൽ വെച്ചാലും അതിൻ്റെ കയ്പ് ഒരിക്കലും ശമിക്കുകയില്ല, തീരുകയില്ല. അതുപോലെയാണ് നമ്മുടെ BJPയുടെ RSSൻ്റെ സംഘപരിവാരത്തിൻ്റെ രീതികൾ. അവർ പഠിച്ചതും പറഞ്ഞതും എത്ര കാലം കഴിഞ്ഞാലും മാറുകയില്ല. അതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഇപ്പോൾ ഗോൾഡഖാന പള്ളിയിൽ അല്ലെങ്കിൽ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ദേവാലയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വളരെ ആഘോഷമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു മത ചടങ്ങ്, കത്തോലിക്ക സഭ നടത്തുന്ന ഒരു പ്രാർത്ഥനാ യാത്ര, അതിന് അനുമതി നൽകാൻ പോലും BJPയുടെ സർക്കാർ സമ്മതിക്കുന്നില്ല. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിക്കുകയില്ല. ഒരുത്തൻ കുരിശും കുരുത്തോലയും പ്രാർത്ഥനയുമായിട്ട് നിരത്തിലിറങ്ങരുത് എന്ന് ഡൽഹി പോലീസ് കൽപ്പിക്കാൻ അതിൻ്റെ പ്രധാന കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ട്രാഫിക് തടസ്സം, ഈ വക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് കുരിശിൻ്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ എന്ത് സുരക്ഷാ പ്രശ്നങ്ങളാണ് 2025 ന്യൂഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ട്രാഫിക് തടസ്സത്തെപ്പറ്റി പറഞ്ഞു. സാധാരണഗതിയിൽ പ്രവൃത്തി ദിവസങ്ങളിൽ പോലും ഡൽഹിയിലെ മറ്റ് മതസ്ഥർക്കും അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഘോഷയാത്രയോ റാലിയോ പ്രകടനമോ ഒക്കെ നടത്താൻ അനുവാദം കൊടുക്കാറുണ്ട്. ഇത് ഞായറാഴ്ചയാണ്. ഈ കുരുത്തോല പെരുന്നാൾ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി സംഘടിപ്പിച്ചിരുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച സാധാരണഗതിയിൽ ഡൽഹിയിലെ ട്രാഫിക് അല്ലെങ്കിൽ ഗതാഗതം 4/1 മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത്? ഈ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഡൽഹി പോലൊരു നഗരത്തിൽ 2000 ക്രൈസ്തവ വിശ്വാസികൾ
പ്രാർത്ഥനയുമായി നിരത്തിലേക്ക് ഇറങ്ങിയാൽ എന്ത് സുരക്ഷാ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാവുമെങ്കിൽ പിന്നെ എന്തിനാണ് കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഒരു സർക്കാരുള്ളത്? രണ്ടിടത്തും BJP ആണ് ഭരിക്കുന്നത്. അതുമാത്രമല്ല, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പിൻഗാമി എന്ന് BJP-ക്കാർ പറയുന്ന അമിത്ഷയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പിന്നെ എന്തിനാണ് 2000 ക്രൈസ്തവരെ സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ നിരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരുന്ന ഒരു ശോഭായാത്രയ്ക്ക് അത് കഴിഞ്ഞ ശനിയാഴ്ച നടക്കേണ്ടതായിരുന്നു. അതിന് അനുമതി കൊടുത്തില്ല. അതും സുരക്ഷാ കാരണങ്ങളാലാണ്. അതുതന്നെയാണ് കുരിശിന്റെ വഴിക്കും അനുമതി ലഭിക്കാതിരുന്നതിന്റെ കാരണമെന്ന് ഡൽഹി പോലീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. ഈ ഹനുമാൻ ശോഭായാത്ര നിശ്ചയിച്ചിരുന്നത് ജഹാംഗീർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് വലിയ തോതിൽ സംഘർഷ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഒരു പ്രശ്ന പ്രദേശമായിട്ട് കണക്കാക്കുന്ന ഇടമാണ്. 2022 അവിടെ വലിയൊരു സാമുദായിക ലഹള, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ കലാപമുണ്ടായിരുന്നു. അവിടെ എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് ശോഭായാത്ര നടത്തുന്നതിന് പോലീസ് അനുമതി നിഷേധിച്ചത്. തഹാവൂർ റാണയെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഡൽഹി പോലീസിന്റെ തീരുമാനത്തെ ന്യായീകരിച്ച് സംസാരിച്ച BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, കേരള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. അയാളെ കൊണ്ടുവന്നുകൊണ്ട് എന്ത് സുരക്ഷാ പ്രശ്നമാണുള്ളത്? അവിടെ സാധാരണഗതിയിൽ ഡൽഹി പ്രവർത്തിക്കുന്നില്ലേ? ഡൽഹി പൂട്ടിയിട്ടിരിക്കുകയാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ഈ 2000 പാവപ്പെട്ട ക്രിസ്ത്യാനികൾ കുരിശും കുരുത്തോലയുമായിട്ട് ചെന്നിട്ട് തഹാവൂർ റാണയെ മോചിപ്പിക്കുമെന്ന് മറ്റോ ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്തിനാണ് പോലീസ്? ഡൽഹി പോലീസ് ഇന്ത്യയിലെ തന്നെ മികച്ച പോലീസുകളിൽ ഒന്നാണ്. പക്ഷെ അത് പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അവർക്ക് 2000 പേര് സംബന്ധിക്കുന്ന ഒരു ആധ്യാത്മിക യാത്ര അല്ലെ ഒരു പ്രാർത്ഥന യാത്ര അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ നോക്കാൻ പറ്റുകയില്ലേ? ഇതുവരെ കഴിഞ്ഞ 15 വർഷമായിട്ട് നടക്കുന്നു. ചരിത്രത്തിൽ ഒരിക്കലും അവിടെ ഈ കുരിശിന്റെ വഴിയുമായി ബന്ധപ്പെട്ട് യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലൊക്കെ ഇതുപോലെ വ്യത്യസ്തരായ മതവിഭാഗങ്ങളുടെ ഘോഷയാത്രകളും റാലികളും ശോഭായാത്രകളും ഒക്കെ നടക്കുന്നില്ലേ? അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ദേവാലയത്തിൽ നിശ്ചയിച്ച ഈ കുരിശിന്റെ വഴിക്കുള്ളത്? എന്തിന്? പ്രയാഗിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുംഭമേള, ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വന്ന് ഗംഗാ സ്നാനം നടത്തി നിർവൃതി അടഞ്ഞത്. അവിടെ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ, സുരക്ഷാ ഭീഷണി ഉണ്ടായോ? അവിടെ തിക്കിലും തിരക്കിലും പെട്ട് ചില സംഭവങ്ങളിൽ കുറച്ചുപേർ മരിച്ചു എന്നതൊഴിച്ചാൽ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. UP-യിൽ പ്രയാഗിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് നടത്തിയ ഈ കുംഭമേളയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കാമെങ്കിൽ UP സർക്കാരിന് എന്തുകൊണ്ട് ഡൽഹിയിലെ 2000 പേര് പങ്കെടുക്കുന്ന കുരിശിന്റെ വഴിക്ക് അത് നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൂടാ? കഴിഞ്ഞ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ പ്രധാനമന്ത്രി മോദി വന്ന ഒരു ദേവാലയമാണ് ഈ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ചർച്ച് എന്ന് പറയുന്നത്. അന്ന് എന്തൊരു രോമാഞ്ചമായിരുന്നു പള്ളിക്ക്, സഭയ്ക്ക്. പണ്ട് പിണറായി വിജയനെ കാണാൻ വന്ന ഒരു സഭാ മേലധ്യക്ഷൻ ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി പത്രലേഖകരോട് പറഞ്ഞത്, ഇതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയ്ക്കൊരു നാഥനെ ലഭിച്ചിരിക്കുന്നു എന്നാണ്. പ്രധാനമന്ത്രി ഈ ദേവാലയത്തിൽ വന്നതിൻ്റെ പേരിൽ അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ലെങ്കിലും വല്ലാത്ത സന്തോഷമായിരുന്നു സഭയ്ക്ക്. ആ ദേവാലയത്തിൽ പതിവ് പോലെ നടക്കുന്ന ഒരു സഭയുടെ ചടങ്ങിന്, അതും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവ ആഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ്, ആ ആഴ്ച തുടങ്ങുകയാണ്, കഷ്ടാനുഭവ ആഴ്ച തുടങ്ങുകയാണ് ഓശാന ഞായറാഴ്ചയോടുകൂടി. അന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അതിന് അനുമതി നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. മോദി ഗോൾഡഖാന പള്ളിയിൽ വന്നതുപോലെ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ചില ദേവാലയങ്ങളിലൊക്കെ സർക്കിട്ട് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. മതനിരപേക്ഷത, മതസൗഹാർദ്ദം നല്ല ഏർപ്പാടാണ്. ഇനി അദ്ദേഹം പെസഹ വ്യാഴാഴ്ചയിലും ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പ് ഞായറാഴ്ചയും ദേവാലയങ്ങളിൽ വന്നേക്കാം. ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവ ദേവാലയങ്ങളിൽ വന്ന് പള്ളികളിൽ കഞ്ഞിയും കടുമാങ്ങയും കഴിച്ചേക്കാം. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ, ക്രൈസ്തവരുടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവർക്കൊരു ചെറിയ അനുമതി, നഗരത്തിലൂടെ ഒരു കുരിശിന്റെ വഴി സംഘടിപ്പിക്കാനുള്ള അനുമതി ചോദിച്ചു ചെല്ലുമ്പോൾ ഈ സ്നേഹവും ഈ ബന്ധങ്ങളും ഈ സൗഹൃദങ്ങളും ഒന്നും കാണാനില്ല. ആളുകളുടെ മുമ്പിൽ നാട്യത്തിന് വേണ്ടി ക്രൈസ്തവ ദേവാലയങ്ങളിൽ വരുന്നു, അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതായി ഭാവിക്കുന്നു.
അതല്ലാതെ കാര്യത്തോടടുക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ തനിനിറം മനസ്സിലാവുക. അതേ പുള്ളിപ്പുലിയുടെ നിറം അല്ലെങ്കിൽ പുള്ളിപ്പുലിയുടെ പുള്ളി എത്ര തവണ പെയിന്റ് അടിച്ചാലും മാറില്ല. വഖഫ് ഭേദഗതി ബില്ല് പാസ്സായപ്പോൾ മുനമ്പത്ത് നടന്നുകൊണ്ടിരുന്ന സമരം, അവിടെ 600 കുടുംബങ്ങൾ സമരത്തിലായിരുന്നു. അവരുടെ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന അവരുടെ ഭൂമി കൈവിട്ടു പോകുമെന്നുള്ള ആശങ്കയിൽ അവരുടെ സമരം വളരെ ന്യായമായിരുന്നു. ആ സമരം നടന്നുകൊണ്ടിരുന്ന സമരപന്തലിൽ ഈ ബില്ല് ലോക്സഭയിൽ പാസ്സായ ദിവസം വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു. ഈ 600 പേർക്കും ഭൂമി, അവരുടെ കൈവശമുള്ള ഭൂമിയുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും ലഭിക്കും എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പറഞ്ഞ് അവരെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ആ ബില്ല് രാജ്യസഭയും പാസ്സാക്കി, രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി, നിയമമായി. എന്നിട്ടും ഇപ്പോഴും ഈ നിയമത്തിലെ ഏതു വ്യവസ്ഥ അനുസരിച്ചാണ് മുനമ്പത്തെ താമസക്കാർക്ക്, ഈ 600 കുടുംബങ്ങൾക്ക് അവര് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിമേൽ റവന്യൂ അധികാരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വളരെ രസകരമായ ഒരു കാര്യം, ഞങ്ങൾ നിയമം പാസ്സാക്കി, ആ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഭൂമിമേൽ അവകാശം കിട്ടും, അതൊക്കെ ഇനി ഏർപ്പാടാക്കി തരേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാന്? നിയമം അങ്ങനെ പാസ്സായിട്ടുണ്ടെങ്കിൽ, അതിലങ്ങനെ ഒരു വകുപ്പുണ്ടെങ്കിൽ അത് കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ BJPയുടെ നേതാവ് വളരെ നൈസായിട്ട് പിയേഴ്സ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പതിവ് പോലെ സംഘപരിവാരത്തിന്റെ BJPയുടെ ഒരു തട്ടിപ്പായിരുന്നു ഇതെന്ന് ആളുകൾ മനസ്സിലാക്കി വരികയാണ്. നാളെ മോദിക്ക് നന്ദി എന്ന് പറയുന്ന ഒരു പരിപാടി മുനമ്പത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ വാർത്ത വായിച്ചപ്പോൾ BJP നേതാക്കൾ മാത്രമാണ് സംബന്ധിക്കുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വരുന്നുണ്ട്. അതില് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ പേരുകളോ അല്ലെങ്കിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത വൈദികരുടെ പേരുകളോ ഒന്നും കണ്ടില്ല. എനിക്ക് അവരോട് പറയാനുള്ളത് പോകണമെന്നാ, വിളിച്ചില്ലെങ്കിലും പോകണം. ചെയ്തു തന്ന കാര്യങ്ങൾക്ക്, സഹായങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരെ ആയിരിക്കണമല്ലോ. നക്കാപ്പീച്ചു നൽകിയും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തും ക്രൈസ്തവരെ കൂട്ടത്തോടെ BJPയുടെ ആലയിൽ കൊണ്ട് കെട്ടാം എന്ന് ചില BJP നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട്. അവരുടെ സഹായത്തിന് ഈ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ തന്നെ ചില അച്ചാരം വാങ്ങികൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ സഭ ഇവരുടെ തന്ത്രങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതേണ്ടത്. ലത്തീൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുഖപത്രമായി ജീവനാദം കഴിഞ്ഞ ദിവസം അവരുടെ ഒരു തുറന്നെഴുത്ത്, അതിൻ്റെ ഒരു കൃത്യമായ വ്യക്തമായ തെളിവാണ്. ഈ 600 മുനമ്പത്തെ 600 കുടുംബങ്ങളിൽ 400 പേരും ലത്തീൻ കത്തോലിക്കരാ. അപ്പോൾ ഈ മുഖപ്രസംഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ പറയുന്നത്, ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന്റെ പേരിൽ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് അത് വളരെ ചൂടുള്ള ഒരു വിഷയമാക്കി നിലനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കണമെന്നാണ്. അത് മുഴുവൻ വായിച്ചാൽ മനസ്സിലാകുന്നത്, ഈ മുതലെടുപ്പുകാരെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, ക്രൈസ്തവ സഭകളിൽ നിന്നുള്ളവർ കൂടിയാണ്. അവരെ സൂക്ഷിക്കണമെന്ന് ജീവനാദം പറയുകയാണ്. മലയോര പ്രദേശങ്ങളിലും കുടിയേറ്റ മേഖലകളിലും പരീക്ഷിച്ചു ജയിച്ച ഒരു തന്ത്രം, അവിടുത്തെ പോലെ വിദ്വേഷത്തിന്റെ കൊടി പാറിക്കാൻ മുനമ്പം ഒരു വേദിയാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഊറ്റം കൊള്ളുന്നവരുണ്ടെങ്കിൽ അവര് പുതുമഴയിലെ ഈയം പാറ്റകളെ പോലെ ഈ തീരത്തു തന്നെ വന്നടിയുമെന്ന് ജീവനാദം മുന്നറിയിപ്പ് നൽകുന്നു. സംഘപരിവാരത്തിന്റെ തന്ത്രം ക്രൈസ്തവര് മനസ്സിലാക്കി തുടങ്ങിയതിന്റെ തെളിവാണിത്. അതെ, അവർക്ക് ബോധ്യം വന്നിരിക്കുന്നു, പുള്ളിപ്പുലിയുടെ പുള്ളികൾ എത്ര നിറം പൂശിയാലും ഒരിക്കലും മായുകയില്ലെന്ന്. മുൻപത്തെ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടിയാൽ തന്നെ കേരളത്തിലെ ക്രൈസ്തവര് മണിപ്പൂരിനെ ഒരിക്കലും മറക്കില്ല. അതവർക്ക് സാധിക്കില്ല. ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വളരെ ബോധപൂർവം, വളരെ ആലോചനയോടുകൂടി നടത്തിയൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ നടത്തിയ ഒന്നായിരുന്നു മണിപ്പൂർ കലാപം. 100 കണക്കിന് ദേവാലയങ്ങൾ കത്തിച്ചാമ്പലായി. 10,000-കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. അവർ സ്വന്തം വീട് വിട്ട് ദൂരത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ക്രൈസ്തവരുടെ പല പല സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഈ മുനമ്പത്തിന്റെ പേരിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇത് മറക്കുമെന്നാണോ കരുതുന്നത്? മുനമ്പവുമായി ബന്ധപ്പെട്ട ഒരു ടെലിവിഷൻ ചർച്ചയിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു വൈദികൻ, അദ്ദേഹം ആക്രോശിക്കുന്നത് കേട്ടു, നിങ്ങൾ മുനമ്പത്തെ പറ്റി സംസാരിക്കുമ്പം എന്തിനാണ് മണിപ്പൂര് ചർച്ചാ വിഷയമാക്കുന്നത്? പണ്ടൊരു സിനിമയിൽ പോളണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടരുത് എന്ന് ശ്രീനിവാസിന്റെ കഥാപാത്രം പറയുന്നത് പോലെ
മുനമ്പത്തിരി നേതൃത്വം കൊടുത്ത ആളുകൾക്ക് മണിപ്പൂരൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് അവർ കരുതുന്നത്. പക്ഷെ കേരളത്തിലെ ക്രിസ്ത്യാനികള് മണിപ്പൂരിനെ മറന്നിട്ടില്ല. പാർലമെന്റില് ഈ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോഴാണ് ജബൽപൂരില് കത്തോലിക്ക വൈദികരെ തെരുവിലും പോലീസ് സ്റ്റേഷനിലും ഇട്ട് ഊടുപാട് തല്ലിച്ചതച്ചത്. അത് മറക്കാൻ പറ്റുമോ? ഛത്തീസ്ഗഡിലും യു പിയിലും മധ്യപ്രദേശിലും ഒക്കെ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങള്, അവരുടെ ദേവാലയങ്ങള്, സ്കൂളുകള്, മറ്റു സ്ഥാപനങ്ങള് ആക്രമിക്കപ്പെടുന്നത്, വിശുദ്ധന്മാരുടെ പ്രതിമകള് ഈ സ്ഥാപനങ്ങളിൽ വയ്ക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത്, ക്രിസ്ത്യൻ സ്കൂളുകളില് അധ്യാപകരായ വൈദികരും കന്യാസ്ത്രീകളും അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ മറക്കാനാണ്? എങ്ങനെ മറക്കും? സ്റ്റാൻ സ്വാമിയെ ആരെങ്കിലും വിസ്മരിക്കുമോ? പാർക്കിൻസൺസ് അസുഖമുള്ള ഒരു മനുഷ്യനായിരുന്നു, വൈദികനായിരുന്നു അദ്ദേഹം. 80-ലേറെ വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഈ കൈകൾ വിറയ്ക്കുന്നത് കൊണ്ട് ഒരു സ്ട്രോ ഘടിപ്പിച്ച് ഒരു കപ്പ് പാലോ വെള്ളമോ കുടിക്കുന്നതിന് വേണമെന്ന് പറഞ്ഞിട്ട് പോലും അത് നൽകാതെ അദ്ദേഹത്തെ ജയിലിലെ ഇരുട്ടിലും ചൂടിലും മരണത്തിന് വിട്ടുകൊടുത്തത് ആർക്കാണ് വിസ്മരിക്കാൻ സാധിക്കുക? ഏറ്റവും അവസാനം ഓർഗനൈസറിൽ വന്ന ലേഖനം, അതിന്റെ പൊരുൾ എന്താണ് എന്ന് ഇവിടുത്തെ ക്രൈസ്തവര് മനസ്സിലാക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ സ്വത്തിനെ കുറിച്ച് അവരെഴുതിയ ലേഖനം, അതിന്റെ പിന്നിലെ ഉദ്ദേശം ആളുകൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് കുരിശിന്റെ വഴി, കുരുത്തോല പെരുന്നാളുമായി ബന്ധപ്പെട്ട് അതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു. ക്രൈസ്തവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എടുത്തൊരു ക്രൈസ്തവ നേതാവുണ്ട്, ജോർജ് കുര്യൻ. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അദ്ദേഹം നെഞ്ചത്തടിച്ച് കരയുന്നത് കേട്ടു, അല്ലെങ്കിൽ കണ്ടു. ഐ ആം എ ക്രിസ്ത്യൻ, ഡോണ്ട് ഇൻസൾട്ട് മീ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എന്തോ പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റതാ. ഐ ആം എ ക്രിസ്ത്യൻ, ഡോണ്ട് ഇൻസൾട്ട് മീ. I am a Christian. Don't insult me. These communists want to insult every religion. They want to insult every religion. ഇന്നിതാ ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവരെയും ഗോഡാഖാനയിലെ അനുവാദ നിഷേധത്തിലൂടെ അപമാനിച്ചിരിക്കുകയാണ് BJP സർക്കാർ. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നതിന്, ഇത് ശരിയായില്ല, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നതിന് പോലും ക്രൈസ്തവ പ്രതിനിധിയായിട്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്ന ജോർജ് കുര്യന് സാധിക്കുന്നില്ല. അദ്ദേഹവും ഡൽഹിയിലെ സുരക്ഷാ പ്രശ്നങ്ങളെ പറ്റി പറയുക, അല്ലെങ്കിൽ ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുക, ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട ശോഭായാത്രയ്ക്ക് അനുമതി കൊടുക്കാതിരുന്നത് പോലെയാണ് ഇത് എന്ന് പറയുകയാണ്. പറഞ്ഞല്ലോ, ജഹാംഗീർപൂർ നടക്കാനിരുന്ന ഒരു ശോഭായാത്രയെ കുറിച്ചാണ് ഈ പറയുന്നത്. അവിടുത്തെ സാഹചര്യം നേരത്തെ ഇവിടെ വിശദീകരിച്ചു. അതിനെയും ഇതിനെയും താരതമ്യപ്പെടുത്തുകയാണ് നമ്മുടെ മന്ത്രി ജോർജ് കുര്യൻ. നമ്മുടെ അച്ചായനാണെന്ന് പറഞ്ഞ് അദ്ദേഹം വരുമ്പോൾ റോസാഹാരങ്ങളുമായി അരമനപ്പടിക്കൽ കാത്തു നിൽക്കുന്നവര് ഇതൊന്ന് ഓർത്തോണം. അതായത് കുരിശിന്റെ വഴി എന്ന് പറയുന്ന കത്തോലിക്കര് വളരെ പ്രധാനപ്പെട്ടതായി കാണുന്ന ഒരു ചടങ്ങിന് അനുമതി നിഷേധിച്ചതിനെ കുറിച്ച് ക്രൈസ്തവരുടെ പ്രതിനിധിയായ മന്ത്രി പറഞ്ഞ കാര്യം അപ്പോൾ മറക്കരുത്. BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ക്രൈസ്തവരായ MP-മാർക്ക് വിപ്പ് നൽകിയ, നിർദ്ദേശം നൽകിയ ചില ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഇവിടെയുണ്ട്. അവരാരും ഇന്നലെ ഞായറാഴ്ച ഡൽഹിയിലെ ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് കണ്ടില്ല. അതേസമയം പ്രതിപക്ഷം വളരെ സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ, VD സതീശൻ, K സുധാകരൻ, KC വേണുഗോപാൽ ഇവരൊക്കെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഭരണഘടന ഉറപ്പുവരുന്ന മതസ്വാതന്ത്ര്യം, മതനിരപേക്ഷത, ജനാധിപത്യ മൂല്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ധ്വംസനമാണ് അവിടെ നടന്നതെന്ന, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു എന്നൊക്കെ അവര് ആക്ഷേപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോപിക്കുന്നുണ്ട്. ഫാസിസ്റ്റ് നടപടിയാണ് എന്നൊക്കെ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പ്രതിപക്ഷം ഈ പറയുന്ന മൂല്യങ്ങൾ, മതേതരത്വം അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം, ജനാധിപത്യം, പൗരസ്വാതന്ത്ര്യം, സർ, ഇതൊന്നും BJPക്ക് അത്ര സ്വീകാര്യമായ കാര്യങ്ങളല്ല. അവര് മതസ്വാതന്ത്ര്യത്തിലോ മതനിരപേക്ഷതയിലോ ഒന്നും വിശ്വസിക്കുന്നില്ല. പിന്നെന്തിനാണ് അതിന്റെ ലംഘനമാണെന്ന് പറയുന്നത്? ഭരണഘടനയെ ചുംബിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഭരണഘടനയോട് യാതൊരു ബഹുമാനവുമില്ല. അവര് ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ.